നമസ്കാരം. പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം തേടി റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറും റിപ്പോർട്ടർ ഷഹബാസും ഹൈക്കോടതിയെ സമീപിച്ചു. പോക്സോ കേസ് നിലനിൽക്കില്ലെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ പ്രധാന വാദങ്ങൾ. കലോത്സവത്തിന്റെ ആവശ്യത്തിനായി തയ്യാറാക്കിയ വീഡിയോയിൽ അശ്ലീല ചുവയുള്ള പരാമർശങ്ങളൊന്നുമില്ല. പെൺകുട്ടിയുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമ്മതത്തോടെയാണ് ചിത്രീകരണം നടത്തിയതെന്നും ഹർജിയിൽ പറയുന്നു. അരുൺകുമാറിന്റെ പരാമർശം മനഃപൂർവ്വം തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും ഇതിൽ പോക്സോ ചുമത്തേണ്ടുന്ന കുറ്റങ്ങളില്ലെന്നും ഹർജിയിൽ പറയുന്നു. മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. കേസിൽ അരുൺകുമാറാണ് ഒന്നാം പ്രതി. റിപ്പോർട്ടർ ഷഹബാസാണ് രണ്ടാം പ്രതി. കണ്ടാലറിയാവുന്ന ഒരാളെയും മൂന്നാം പ്രതിയായും ചേർത്തിട്ടുണ്ട്. കേസിൽ ആകെ 3 പ്രതികളാണുള്ളത്. തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസാണ് രണ്ടാം പ്രതി. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. സംഭവത്തിൽ നേരത്തെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. കേസെടുക്കാൻ ആസ്പദമായ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ദ്വയാർത്ഥ പ്രയോഗം. കലോത്സവത്തിലെ മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നതായിരുന്നു സ്റ്റോറിയുടെ ഉള്ളടക്കം. മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അകമ്പടിയായി ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ പശ്ചാത്തല സംഗീതവും ഉണ്ടായിരുന്നു. തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടറോടും മറ്റ് സഹപ്രവർത്തകരോടും വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്തിരുന്നു. സ്റ്റോറി സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ അരുൺകുമാർ റിപ്പോർട്ടറോട് വിദ്യാർത്ഥിയെക്കുറിച്ച് ചോദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സംഭാഷണങ്ങളും റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്തിരുന്നു. കലാമേളകളിൽ പങ്കെടുക്കാൻ വരുന്ന കുഞ്ഞുകുട്ടികളെ ഉപയോഗിച്ച് മോശമായ വിധത്തിൽ റൊമാൻസ് ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്തത് മോശം പ്രവൃത്തിയാണെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടി. നിരവധി മുതിർന്ന മാധ്യമപ്രവർത്തകരും വിമർശനത്തെ ശരിവെച്ചു. പോക്സോ എടുക്കേണ്ട തരത്തിലുള്ള ാണ് ചാനൽ ചെയ്തിരിക്കുന്നതെന്ന വിമർശനമായിരുന്നു ഉയർന്നത്. അതേസമയം നേരത്തെ ഹൈക്കോടതി അഭിഭാഷകയായ V. ശ്രീരജ DGPക്ക് നൽകിയ പരാതിയിൽ പ്രതികൾ സംപ്രേഷണം ചെയ്ത വീഡിയോ മൈനറായ കുട്ടികളുടെ ആഭാസവും അശ്ലീലവുമായ പ്രദർശനമാണെന്ന് ആരോപിച്ചിരുന്നു. വീഡിയോകളുടെ ചിത്രീകരണവും സംപ്രേഷണവും പ്രതികളുടെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയാണെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു. റിപ്പോർട്ടർ ഷഹബാസിന്റെ ആത്മകഥത്തിൽ നിന്നും അരുൺകുമാറിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ നിന്നും അത് വ്യക്തമാണ്. കൂടാതെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് ധാരാളം സ്വപ്നങ്ങൾ ഉണ്ടാവുമെന്നും അവൾ അത് പങ്കുവെക്കാത്തത് വീട്ടുകാരെ ഭയന്നാണെന്നും റിപ്പോർട്ടർ റഹീസ് അഹമ്മദിന്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ കിട്ടിയ പോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കും അവളുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന 6ാം പ്രതി സുജയ പാർവതി വീഡിയോയുടെ കൂടെ നടത്തിയ സംഭാഷണങ്ങൾ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി അശ്ലീല കാര്യങ്ങൾക്ക് കുട്ടിയെ ഉപയോഗിക്കുന്ന കുറ്റമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വീഡിയോ സംപ്രേഷണം ചെയ്യാൻ അനുമതി നൽകിയ നികേഷ് കുമാറിനും ആൻഡോ അഗസ്റ്റിനും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും അഭിഭാഷകയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.